പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മാനുഷിക അറിവിൻ്റെ അടിസ്ഥാനം പരമ്പരാഗതമായി നിലനിൽക്കുന്ന ചില അനുമാനങ്ങളാണ്. അനുമാനങ്ങളാണ് അറിവിലേക്ക് നയിക്കുന്നത്. എന്നാൽ എപ്പോഴും അനുമാനങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനമായി തീരണമെന്നില്ല. പ്രത്യേകിച്ച് ദൈവീക രഹസ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള മനുഷ്യന് സംഗതമാകുന്ന കഴിവുകൾ അനുമാനത്തിൽ അധിഷ്ഠിതമല്ല. അത് ദൈവീക വെളിപ്പാടുകളിലൂടെ പരിണിത ഫലമാണ്. ഈ സത്യം നമ്മെ വിളിച്ചറിയിക്കുന്ന മനോഹര സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിനെ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്ന യൗസേപ്പിൻ്റെ വെളിപ്പാട് ദിവസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വേദഭാഗത്താണ് പിതാവായ യൗസേപ്പിന് ലഭിക്കുന്ന ദർശനം വിവരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പ് ദർശനങ്ങളുടെ വെളിപ്പാടുകൾ സ്വീകരിച്ച ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എ മാൻ ഓഫ് റെവലേഷൻസ് എന്ന് വിശേഷിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിലും 2-ാം അധ്യായം 13-ാം വാക്യത്തിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 20-ാം വാക്യത്തിലും 2-ാം അധ്യായം 22-ാം വാക്യത്തിലും 4 ദർശനങ്ങൾ പിതാവായ യൗസേപ്പിന് ലഭിക്കുന്നതായി കാണുന്നു. 1-ാമത്തെ ദർശനം അടങ്ങിയതാണ് ഇന്നത്തെ വേദഭാഗം. പിതാവായ യൗസേപ്പ് വ്യാകുല മാനസനായി വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായി കന്യകയെ സംശയിച്ച് കഴിയുന്ന സന്ദർഭം. അവിടെയാണ് ഗബ്രിയേൽ മാലാഖ 1-ാമത് പിതാവായ യൗസേപ്പിനെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വന്ന് ആ പ്രത്യക്ഷപ്പെടലിൽ ഗബ്രിയേൽ മാലാഖ പിതാവായ യൗസേപ്പിനോട് പറയുന്നു, മറിയയെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ഭയപ്പെടേണ്ടതില്ല. അതാണ് 1-ാമത്തെ ദർശനത്തിൻ്റെ കാതലായ ആശയം. 2-ാമത്തെ ദർശനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം, ബേത്ലഹേം വിട്ട് ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ ലഭിക്കുന്ന വെളിപ്പാടാണ്. അവിടെ പിതാവായ യൗസേപ്പ് യേശുകുഞ്ഞിൻ്റെ സംരക്ഷകനായി യേശുകുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നതിന് ആ കുടുംബം തയ്യാറെടുക്കുന്നു. പിതാവെന്ന നിലയിൽ നേതൃത്വം നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഈജിപ്തിൽ വെച്ചാണ് 3-ാമത്തെ വെളിപ്പാട് ലഭിക്കുന്നത്. ഇസ്രായേലിലേക്ക് തിരികെ പോരുന്നതാണ് സുരക്ഷിതം. ഇതാണ് 3-ാം പ്രാവശ്യത്തെ വെളിപ്പാടിൻ്റെ പ്രധാന ആശയം. എന്നാൽ 4-ാമത്തെ ദർശനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇസ്രയേലിൽ വെച്ച് തന്നെ ലഭിക്കുന്ന വെളിപ്പാടാണ്. യഹൂദയേക്കാൾ ഗലീലയാണ് സുരക്ഷിതമെന്ന് പിതാവായ യൗസേപ്പിന് സ്വപ്നത്തിൽ അരുളപ്പാട് ലഭിക്കുന്നു. അങ്ങനെ 4 അരുളപ്പാടുകൾ പുതിയ നിയമം വിശദീകരിക്കുന്നു പിതാവായ യൗസേപ്പിന് ലഭിച്ചുവെന്ന്. നമുക്കറിയാം, വെളിപ്പാടുകളുടെ മനുഷ്യനായി പിതാവായ യൗസേപ്പിനെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ എന്താണ് യൗസേപ്പിനുണ്ടായ വെളിപ്പാടും യേശുക്രിസ്തുവിൻ്റെ ജനനവും തമ്മിലുള്ള ബന്ധം? സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ എൽദോ പെരുന്നാളിന് മുൻപ് ഇങ്ങനെ ഒരു ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നതിന് തന്നെ ശ്രേഷ്ഠമായ ഉദ്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ സഭ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്, കന്യക ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. കന്യകയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് സർവശക്തനായ ദൈവപുത്രനാകുന്നു. അപ്പോൾ യൗസേപ്പിൻ്റെ ചുമതല എന്താണ്? യൗസേപ്പിനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇത് വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ സംഭവമാണ് പിതാവായ യൗസേപ്പിന് ലഭിക്കുന്ന വെളിപ്പാട്. ഈ 1-ാമത്തെ വെളിപ്പാടിനെ യൗസേപ്പിന് ലഭിച്ച വചനിപ്പെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം വിവരിക്കുന്നത്. യൗസേപ്പിൻ്റെ ക്ഷമയെ പൂർത്തീകരിച്ച് കൃപ നിറഞ്ഞവളുടെ ശുശ്രൂഷയ്ക്ക് അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയ വെളിപ്പാട് ഇതാകുന്നു എന്നാണ് സന്ധ്യയിലെ സെഥറായിൽ വിവരിക്കുന്നത്. അതുപോലെ തന്നെ യൗസേപ്പിന് ലഭിച്ച വെളിപാടിൻ്റെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് സന്ധ്യയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നു, യൗസേപ്പിന് ലഭിച്ച വചനിപ്പ്, നിന്റെ ഗർഭോൽപാദനത്തെ പറ്റി
വചനിപ്പ് ലഭിച്ച യൗസേപ്പ് പുണ്യവാളനോട് ഒരുമിച്ച് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സഭയുടെ മഹത്തരമായ പാരമ്പര്യം ഇതാണ്. ഇത് യൗസേപ്പിന് ലഭിച്ച അനൺസിയേഷൻ ടു ജോസഫ്, ദ ഫോസ്റ്റർ ഫാദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിന് ലഭിച്ച വചനിപ്പ് എന്ന് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ വചനിപ്പിൻ്റെ 4 ദർശനങ്ങൾ ലഭിച്ചുവെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ദർശനത്തെ വചനിപ്പായി സഭയുടെ പാരമ്പര്യം കാണുമ്പോൾ ഇതിൻ്റെ അർത്ഥതലം, ഇതിൻ്റെ സാങ്കത്യം, അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ചരിത്രത്തോട് സമ്പാദിക്കുവാൻ ഏറ്റവും യോഗ്യൻ പിതാവായ യൗസേപ്പാണ്. പരിശുദ്ധ കന്യക മറിയാം ലോകത്തോട് ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി എന്ന് പറയുന്നതും യൗസേപ്പ് പറയുന്നതും തമ്മിൽ സാങ്കത്യത്തിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധ കന്യക മറിയാമിനെ സംശയിക്കാം. പരിശുദ്ധ അമ്മയെ യഹൂദന്മാർ വ്യഭിചാരിണി എന്ന് വിളിച്ചേക്കാം. എന്നാൽ മനുഷ്യാവതാരം ദൈവപുത്രന്റെ ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവെ പരിശുദ്ധാത്മാവിനാൽ ആകുന്നുവെന്ന് ചരിത്രത്തെ ബോധ്യപ്പെടുത്തുന്ന സത്യസാക്ഷ്യം പിതാവായ യൗസേപ്പിന്റെ സാക്ഷ്യമാണ്. യൗസേപ്പ് പറയുന്നു, മറിയാമിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യം യൗസേപ്പിന് ലഭിച്ച വെളിപ്പാടിന് ചരിത്രപരമായി വേദശാസ്ത്രപരമായി അർത്ഥം കണ്ടെത്തുന്ന മനോഹര നിമിഷം. അവിടെയാണ് യൗസേപ്പിന്റെ സംശയത്തെ യഹൂദന്മാർ പരത്തിയ വേദവിപരീതത്തിനും അതുപോലെ തന്നെ മറിയാമിൻ്റെ സന്തതി എന്ന് യഹൂദന്മാർ വിളിച്ച വേദപുസ്തകത്തിന് വിരുദ്ധമായ ദൈവീക വെളിപ്പെടുത്തലിന് വിരുദ്ധമായ സംശയത്തെ പരിഹരിച്ച ദിവസം ഇതാകുന്നുവെന്ന് പിതാക്കന്മാർ ആവർത്തിച്ച് പറയുന്നത് യൗസേപ്പിലൂടെ ചരിത്രത്തിന് നൽകുന്ന സാക്ഷ്യമാണ്. ഗബ്രിയേൽ മാലാഖ പിതാവായ യൗസേപ്പിൻ്റെ അരികിൽ വരുന്നു. പിതാവായ യൗസേപ്പിനോട് മാലാഖ പറയുന്നത് പ്രത്യേകിച്ച് 20-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ഗബ്രിയേൽ മാലാഖ യൗസേപ്പിന് നൽകിയ വചനിപ്പ്. ഒന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഖവരെയാണ് ഗബ്രിയേൽ മാലാഖ നൽകുന്നത്. പിതാവായ യൗസേപ്പിനെ ശ്ലാഘിച്ച് പിതാവായ യൗസേപ്പിൻ്റെ മനുഷ്യാവതാര മഹാസംഭവത്തിലെ പങ്കിനെ വളരെ വ്യക്തമാക്കുന്ന വാചകം: ദാവീദിൻ്റെ മകനായ യൗസേപ്പി. മശിഹായെക്കുറിച്ചുള്ള യഹൂദ പ്രവചനവും പാരമ്പര്യവും അവൻ അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ വംശത്തിൽ പിറക്കും എന്നുള്ള മശിഹായെക്കുറിച്ചുള്ള പ്രവചനം യോസേപ്പിനാൽ യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന മഹത്തരമായ ആശയം ഗബ്രിയേൽ മാലാഖ നീതിമാനായ യോസേപ്പിനെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് യോസേപ്പിനെ, പിതാവായ യൗസേപ്പിനെ ഗബ്രിയേൽ മാലാഖ നൽകുന്ന വിശേഷണം ദാവീദിൻ്റെ മകനായ യോസേപ്പേ. ആ ഒറ്റ വാചകത്തിൽ തന്നെ നീതിമാനായ യൗസേപ്പിനെ ഈ വെളിപാടിൻ്റെ സാങ്കത്യം മനസ്സിലാക്കുകയാണ്. യൗസേപ്പിനോട് പറയുന്നത് ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. ആ ഭാര്യയായ എന്ന പദപ്രയോഗം പലപ്പോഴും നമ്മുടെ മനസ്സിൽ, ഇന്നത്തെ വായനക്കാരുടെ മനസ്സിൽ ചിന്താവിഷമങ്ങൾ ഉണ്ടാക്കും. എന്നാൽ വേദപുസ്തകം യൗസേപ്പിനെയും മറിയാമിനെയും ഭാര്യ ഭർത്താവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യക മറിയാമും യൗസേപ്പും തമ്മിൽ വിവാഹബന്ധം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് വിവാഹ നിശ്ചയം നടന്നതുകൊണ്ടാണ്. പലരുടെയും കാഴ്ചപ്പാടിൽ ഭൗതികമായ തലത്തിൽ പിതാവായ യൗസേപ്പ് പരിശുദ്ധ കന്യക മറിയാമിനെ ഭാര്യയായി സ്വീകരിച്ചു എന്ന തെറ്റായ ധാരണയുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സഭയുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയല്ല. അവൾ പുത്രനെ പ്രസവിച്ചതിന് ശേഷവും കന്യകയായി നിലകൊണ്ടു. നിത്യകന്യകയായ പരിശുദ്ധ കന്യക മറിയാം
മറിയാമും യൗസേപ്പും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമല്ല. എന്നാൽ വേദപുസ്തകം ഭാര്യ എന്നും ഭർത്താവെന്നും പറയുന്നതിനൊരു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു യഹൂദ പാരമ്പര്യമുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളവരെ ഭാര്യ എന്നും ഭർത്താവെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ റാഖേലിനെ പിതാവായ യാക്കോബിന്റെ ഭാര്യയായിട്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ സന്ദർഭം മുതൽ തന്നെ വിശേഷിപ്പിക്കുന്നത്. അത് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് എൻഗേജ്ഡ് കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് before their marriage. It is the tradition of the Bible, especially the tradition of the Jewish people. യഹൂദ സമൂഹത്തിൻ്റെ പാരമ്പര്യമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായും ലൂക്കോസ് എവൻഗേലിയോസ്തായും ഒക്കെ വിശദീകരിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് എന്ന വിശേഷണം ഉപയോഗിക്കുന്നത്. മാലാഖയും പിതാവായ യൗസേപ്പിനോട് പറയുന്നു, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അതിനുശേഷം ഓർമ്മിപ്പിക്കുന്നു, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഇത് സ്വീകരിപ്പാൻ നീതിമാനായ യൗസേപ്പിനെ ശങ്കിക്കേണ്ട ആവശ്യമില്ല. കാരണം തലമുറകളുടെ പ്രതീക്ഷ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, മശിഹായെക്കുറിച്ചുള്ള പ്രവചന പൂർത്തീകരണം അതിതാ സംഭവിച്ചിരിക്കുന്നു എന്നത് സന്തോഷത്തോടെ സ്വീകരിപ്പാൻ പിതാവായ യൗസേപ്പിന് സാധിക്കുന്നു. മാലാഖ പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും. സക്കറിയ പുരോഹിതനോട് പറഞ്ഞത് ഏലിശുബ നിനക്ക് ഒരു മകനെ പ്രസവിക്കുമെന്ന്. എന്നാൽ യൗസേപ്പിനോട് ഗബ്രിയേൽ മാലാഖ പറയുന്നത് അവൾ ഒരു മകനെ പ്രസവിക്കും, നിനക്കെന്നല്ല. മറിച്ച് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യഥാർത്ഥത്തിൽ കന്യക ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ്. കന്യക മകനെ നൽകിയിരിക്കുന്നത് യൗസേപ്പിനല്ല, മറിച്ച് സകല ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു നിത്യനായ ദൈവപുത്രനാണെന്ന് എത്ര വ്യക്തമായി ഗബ്രിയേൽ മാലാഖ യൗസേപ്പിനെ പഠിപ്പിക്കുന്നു. പിതാവായ ജോൺ ക്രിസോസ്റ്റം വളരെ മനോഹരമായി വിശദീകരിക്കുന്നത്, ഗൂഢമായി ഉപേക്ഷിക്കുവാൻ, കന്യകയെ ഉപേക്ഷിക്കുവാൻ ചിന്തിച്ചിരിക്കുന്ന യൗസേപ്പിനെ കന്യകയെ ശുശ്രൂഷിക്കുവാനുള്ള മഹത്തരമായ ഉത്തരവാദിത്വത്തിലേക്ക് മാലാഖ പിതാവായ യൗസേപ്പിനെ വിളിച്ചു വേർതിരിക്കുന്ന സന്ദർഭം. പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ക്രൂശിൽ കടന്നുകൊണ്ട് തൻ്റെ അമ്മയെ അരുമശിഷ്യനായ യോഹന്നാൻ യേശുക്രിസ്തു പരമേൽപ്പിച്ചു. യോഹന്നാനെ അമ്മയെ യേശുക്രിസ്തു ക്രൂശിൽ കടന്ന് പരമേൽപ്പിച്ചതുപോലെ തന്നെയാണ് മനസ്സിൽ വ്യാകുലത നിറഞ്ഞിരിക്കുന്ന പിതാവായ യൗസേപ്പിനെ ഗബ്രിയേൽ മാലാഖ പരമേൽപ്പിക്കുന്നു, അമ്മയെ പരമേൽപ്പിക്കുന്നു. ഭാര്യയായ മറിയെ അല്ല, മറിച്ച് ദൈവപുത്രന്റെ അമ്മയെ പരമേൽപ്പിക്കുന്നു പിതാവായ യൗസേപ്പിനെ. എന്തിനു വേണ്ടി? കരുതുവാനും സംരക്ഷിക്കുവാനുള്ള മഹത്തരമായ ശുശ്രൂഷയിലേക്ക് ദൈവപുത്രന്റെ ഈ ലോകത്തിലെ പൈതൃകം, ആ പൈതൃകം പിതാവായ യൗസേപ്പ് ഒരു വളർത്തുപിതാവെന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട് അമ്മയെയും ദൈവപുത്രനെയും ശുശ്രൂഷിക്കുവാനുള്ള മഹത്തരമായ രക്ഷാകര പദ്ധതിയുടെ പങ്കാളിത്തത്തിലേക്ക് പിതാവായ യൗസേപ്പിനെ വിളിച്ചു വേർതിരിക്കുന്ന സന്ദർഭമാണ് യൗസേപ്പിന്റെ വെളിപ്പാടിന്റെ മനോഹര സംഭവം. ദാവീദിന്റെ വംശജൻ, അതാണ് പിതാവായ യൗസേപ്പ്. അതുകൊണ്ടാണ് അവനെ വിളിക്കുന്നത് ദാവീദിന്റെ മകനായ യൗസേപ്പ്. ദാവീദിന്റെ വംശജൻ ദാവീദ് പുത്രനെ സ്വന്തം ഭവനത്തിൽ ഏറ്റെടുത്ത സന്ദർഭം. അതാണ് യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പിനുണ്ടായ വെളിപാടിൻ്റെ ശരിയായ സാങ്കത്യം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പിതാവായ യൗസേപ്പ് വെളിപാടുകളുടെ മനുഷ്യനാണ്, എ മാൻ ഓഫ് റെവലേഷൻസ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. നീതിമാനായ മനുഷ്യനെ ദൈവീക വെളിപാട് ലഭിക്കത്തുള്ളൂ. നീതിമാനായ മനുഷ്യന് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സർവശക്തന്റെ വെളിപാട് ലഭിക്കും. നമുക്കറിയാം, വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്ന, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം,
ഈ സംഭവത്തിൻ്റെ മഹത്തരമായ സന്ദേശം നമുക്ക് നൽകുന്നു. യൗസേപ്പ് ഉറക്കം ഉണർന്നു. 24-ാമത്തെ വാക്യം, യൗസേപ്പ് ഉറക്കം ഉണർന്നു. രണ്ടാമത് പറയുന്നത്, ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. മൂന്നാമത് പറയുന്നത്, മറിയയെ ചേർത്തുകൊണ്ടു. മറിയയെ ചേർത്തുകൊണ്ടു. ഒന്നാമത്തേത്, പിതാവായ യൗസേപ്പ് ഉറക്കം ഉണർന്നു. ഉറങ്ങാൻ പോകുന്ന യൗസേപ്പിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഉറക്കമുണർന്ന യൗസേപ്പിനെ നമുക്ക് മനസ്സിലാകത്തില്ല. ഉറങ്ങാൻ പോകുന്ന യൗസേപ്പിൻ്റെ മനസ്സിൽ അനേക വേദനകളുണ്ട്, വ്യാകുലതകളുണ്ട്. സംശയത്തോടെ ഉറങ്ങുന്നു, വ്യക്തതയോടെ ഉണരുന്നു. ഞാൻ ആ വാക്കൊന്നുകൂടി ആവർത്തിക്കുകയാണ്. സംശയത്തോടെ ഉറങ്ങുന്നു, വ്യക്തതയോടെ ഉണരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രമിയോൻ സദറയിൽ വിശദീകരിക്കുന്നു, യൗസേപ്പിൻ്റെ ക്ഷമയെ പൂർത്തീകരിച്ച് കൃപ നിറഞ്ഞവളുടെ ശുശ്രൂഷയ്ക്ക് അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയ വെളിപാട് ഇതാകുന്നു. സംശയം എന്താ? കന്യകയിൽ സംശയിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. എന്നാൽ കന്യകയെ ഗൂഢമായി ഉപേക്ഷിക്കാം എന്ന ചിന്ത പിതാവായ യൗസേപ്പിൻ്റെ മനസ്സിൽ വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നീതിമാൻ എന്ന നിലയിൽ ന്യായപ്രമാണത്തോട് നീതിയുള്ളവനാണെങ്കിൽ മറിയാമിനെ നിയമത്തിന് വിട്ടുകൊടുക്കണം. പക്ഷെ മറിയാമിനെ നിയമത്തിന് വിട്ടുകൊടുക്കുവാൻ യൗസേപ്പിൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് മറിയാമിനെ ഗൂഢമായി ഉപേക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നത്. മറിയാമിൽ യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പിന് മനസ്സലിവും കരുണയുമുണ്ട്. അതുകൊണ്ട് സംശയം മറിയാമിനെ കുറിച്ചല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം പിതാവായ യൗസേപ്പിൻ്റെ മനസ്സിലുണ്ട്. എന്താണെന്നോ ആ സംശയം? അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു, കന്യക ഗർഭിണിയാണ്. ഇതിലൊരു അത്ഭുതകരമായ സംഭവമുണ്ട്. അപ്പോഴും പിതാവായ യൗസേപ്പിൻ്റെ മനസ്സിലെ വലിയ സംശയം, ദൈവം എങ്ങനെ മനുഷ്യനാകും? നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് യൗസേപ്പിൻ്റെ സംശയം മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സംശയമാണ്. ദൈവം എങ്ങനെ മനുഷ്യനാകും? അതുകൊണ്ടാണ് യൗസേപ്പിൻ്റെ വെളിപാട് സംശയത്തെ ദൂരീകരിച്ച ദിവസമാണ്. യൗസേപ്പിൻ്റെ വെളിപാട് സംശയസ്ഥരെ ഉറപ്പിക്കുന്ന വെളിപാടാണ്. ദൈവം എങ്ങനെ മനുഷ്യനാകും എന്ന മനുഷ്യന്റെ സംശയം മാറി ദൈവീക വെളിപ്പെടുത്തലിലൂടെ ദൈവീക രഹസ്യം മനുഷ്യന് വെളിപ്പെട്ട ദിവസമാണ് ഇന്ന്. പുണ്യവാനായ യൗസേപ്പിൻ്റെ മനസ്സിനെ യഥാർത്ഥത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചിന്ത, സംശയത്തെയും ദുഃഖത്തെയും നീക്കി അതിൻ പ്രകാരം യഥാർത്ഥത്തിലുള്ള ദൈവീക അറിവിലേക്ക് പുണ്യവാനായ യൗസേപ്പിനെ നയിച്ച ദിവസം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നു, നിന്റെ ഗർഭോത്പാദനത്തെ പറ്റി വചനിപ്പ് ലഭിച്ച യൗസേപ്പ് പുണ്യവാനോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള സന്ദേഹം അത് പിതാവായ യൗസേപ്പിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മാലാഖ വന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാലാണ് കന്യകയിൽ കുഞ്ഞ് ഉൽപ്പാദിതമായിരിക്കുന്നത്. അവിടെയാണ് സംശയത്തോടെ ഉറങ്ങുന്നവൻ വ്യക്തതയോടെ ഉണരുന്ന മനോഹര കാഴ്ച നമ്മൾ കാണുന്നത്. അനുമാനങ്ങളാണ് നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനം. ഇൻഫറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് ഈ ലോക ജീവിതത്തിൽ പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്ന പല അനുമാനങ്ങളുമുണ്ട്. എന്നാൽ അനുമാനങ്ങൾ അറിവിലേക്ക് നയിക്കത്തുള്ളൂ. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു യാത്രയാണ് യൗസേപ്പിൻ്റെ ഉറക്കം. യൗസേപ്പ് സംശയത്തോടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന വിവിധങ്ങളായ അനുമാനങ്ങളോടെ ഉറങ്ങാൻ പോകുന്നു. എന്നാൽ ദൈവീക വെളിപ്പെടുത്തൽ അറിവിൽ നിന്ന് വലിയൊരു തിരിച്ചറിവിലേക്ക് പിതാവായ യൗസേപ്പിനെ നയിക്കുന്നു. നമുക്കിന്ന് ആവശ്യം ഇതുതന്നെയാണ്. പരമ്പരാഗതമായ അറിവിൽ നിന്ന് ദൈവീക തിരിച്ചറിവിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് ദൈവീക തിരിച്ചറിവ്? മറിയാമിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പിന് ലഭിച്ച വലിയ തിരിച്ചറിവ്.
പാമ്പാക്കട നമസ്കാരത്തിൽ യൗസേപ്പിൻ്റെ വെളിപാടിൽ പ്രത്യേക പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട് ആ ഞായറാഴ്ച. ആ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. അതിലൊന്നാമത് പറഞ്ഞിരിക്കുന്നത് പിതാവായ യൗസേപ്പിൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്നതാണ്. സാധാരണ നമ്മുടെ ആരാധനാക്രമങ്ങളിലൊക്കെ യൗസേപ്പിന് വെളിപാട് ലഭിച്ചു എന്നതല്ലാതെ യൗസേപ്പ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ പാമ്പാക്കട നമസ്കാരം സുറിയാനി പാരമ്പര്യത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യം വ്യക്തമാക്കുന്നു. വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്ന കൊട്ടാരത്തെയും രാജാവ് അതിൽ വസിക്കുന്നതിനെയും യോസേപ്പിന് കാണിച്ചു കൊടുക്കുകയും കന്യകയുടെ ഗർഭം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് അവനെ അറിയിച്ച് സ്ഥിരപ്പെടുത്തുകയും ചെയ്ത മശിഹാ തമ്പുരാനെ. ഇവിടെ വ്യക്തമായൊരു സൂചനയുണ്ട് എന്താണ് പിതാവായ യൗസേപ്പിൻ്റെ സ്വപ്നമെന്ന്. വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്ന കൊട്ടാരം, ഒരു കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. വാതിൽ അടഞ്ഞിരിക്കുന്ന കൊട്ടാരത്തെക്കുറിച്ചുള്ള അവിടെയാണ് ഞാൻ പറഞ്ഞ ഇൻഫറൻസ്, അനുമാനം. ഒരു കെട്ടിടത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ പ്രധാന വാതിൽ അടച്ചിരിക്കുന്നു. പ്രധാന വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്നാ, നമ്മുടെ അനുമാനം എന്താ? ഈ കെട്ടിടത്തിൽ ആരും കാണത്തില്ല. ഒരു ഓഫീസിലേക്ക് എന്നാൽ, ഒരു പള്ളിയിലേക്ക് എന്നാൽ അതിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ട് അത് പൂട്ടിയിരിക്കുകയാണെങ്കിൽ മനുഷ്യന് പരമ്പരാഗതമായ ഒരു അനുമാനമുണ്ട്. എന്താണ് ആ അനുമാനം? ഈ കെട്ടിടത്തിനകത്തെ ആളില്ല. പിതാവായ യൗസേപ്പിന് വെളിപ്പെട്ട സ്വപ്നം ഇതാണ്. വാതിലടച്ച് മുദ്രയിട്ടിരിക്കുന്ന കൊട്ടാരം. യൗസേപ്പിൻ്റെ അനുമാനത്തിൻ്റെ അടിസ്ഥാനം അതാ, ഈ കൊട്ടാരത്തിൽ ആരുമില്ല. എന്നാൽ രണ്ടാമതൊരു സത്യം യൗസേപ്പിന് വെളിപ്പെടുന്നു. വാതിലടച്ചിരിക്കുന്നു എങ്കിലും കൊട്ടാരത്തിനകത്ത് രാജാവുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവീക രഹസ്യം പിതാവായ യോസേപ്പിൻ്റെ അനുമാനത്തെ മാറ്റിക്കളയുന്നു. വാതിലടച്ചിരുന്നാലും കൊട്ടാരത്തിനകത്ത് രാജാവുണ്ട് എന്നുള്ളത് പരമ്പരാഗത അനുമാനത്തിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് കന്യക ഗർഭിണിയായിരിക്കുന്നത്. അവൾ കന്യകയാണെങ്കിലും അടച്ചിട്ടിരിക്കുന്ന വാതിലാണെങ്കിലും അവളുടെ ഉള്ളിൽ ശിശു ഉരുവായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന ദൈവീക വെളിപ്പെടുത്തൽ പിതാവായ യൗസേപ്പിന് ലഭിക്കുന്നു. അതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ഗൂഢമായി ഉപേക്ഷിക്കുക എന്ന പദ്ധതിയിൽ നിന്ന് വളരെ വ്യക്തമായി കന്യകയെ ശുശ്രൂഷിക്കുവാനുള്ള ദൗത്യത്തിലേക്ക് യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പിനെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ടാണ് പാമ്പാക്കട നമസ്കാരത്തിലെ ആ മനോഹരമായ പ്രാർത്ഥന അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത്, മറിയാമിനെ വ്യഭിചാരിണിയെപ്പോലെ കണക്കിട്ട് അവളെ ശാസിച്ചു കൊണ്ടിരുന്ന യൗസേപ്പ് വെളിപ്പാടിൻ്റെ ശേഷം സങ്കടത്തോടെ അവളോട് മാപ്പപേക്ഷിക്കുകയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. സങ്കടത്തോടെ മാപ്പപേക്ഷിച്ചു, അവളെ ശുശ്രൂഷിച്ചു. എത്ര മഹത്തരമാണ് ഈ ഒരു കാഴ്ചപ്പാട്. കുഞ്ഞുണ്ടാകുന്നത് വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എടുത്തുകൊണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു എന്ന് വ്യാഖ്യാനിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് പലപ്പോഴും പ്രോട്ടസ്റ്റന്റ് പാരമ്പര്യം. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ എത്രയോ വ്യക്തമായി പരിശുദ്ധ കന്യക മറിയാം നിത്യ കന്യകയാണെന്നും പിതാവായ യൗസേപ്പ് കന്യക മറിയാമിനെ വീക്ഷിച്ചത് ദൈവപുത്രന്റെ അമ്മയായിട്ടാണെന്നും അവിടെയാണ് നമ്മുടെ പാരമ്പര്യം അർത്ഥവത്തായി ഈ വെളിപ്പാടിനെ വ്യാഖ്യാനിക്കുന്നത്. സഹോദരങ്ങളെ, പിതാവായ യൗസേപ്പ് വ്യഭിചാരിണി എന്ന് ധരിച്ചിരുന്ന കന്യകയെ ദൈവത്തിൻ്റെ അമ്മയായി കണ്ട് ശുശ്രൂഷിക്കുകയും പിന്നീട് 3 വെളിപാടുകൾ പിതാവായ യൗസേപ്പിനെ ഈ സംരക്ഷണ പദ്ധതിയിൽ ലഭിക്കുന്നുണ്ട്. അവിടെയെല്ലാം പരിശുദ്ധ കന്യക മറിയാമിനെയും ദൈവപുത്രനെയും ശുശ്രൂഷിക്കുന്ന മനോഹര തലത്തിലേക്ക് കടന്നു വരുന്നു. യൗസേപ്പ്
തൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ, പാമ്പാക്കട നമസ്കാരത്തിൽ 3-ാം ഭാഗത്ത് പറയുന്നത്, യൗസേപ്പ് തൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കന്യകയിൽ വസിച്ചവനെ വന്ദിച്ചു. കന്യകയിൽ വസിച്ചവനെ വന്ദിച്ചു. അപ്പോഴാണ് അനുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക്. എന്നാൽ പിതാവായ യൗസേപ്പിനെ തിരിച്ചറിവ് മാത്രമല്ല ഉണ്ടായത്, തിരിച്ചറിവിൽ നിന്ന് സ്വയം തിരുത്തുവാൻ പിതാവായ യൗസേപ്പ് സന്നദ്ധനായി. സ്വയം തിരുത്തുവാൻ പിതാവായ യൗസേപ്പ് സന്നദ്ധനായി. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊക്കെ ചിലപ്പം ചില സന്ദർഭങ്ങളിൽ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ വരും. എന്നാൽ തിരിച്ചറിവ് കൊണ്ട് അവസാനിക്കുക. ഇന്ന് പലതിനെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ട്, തിരിച്ചറിവുണ്ട്. പക്ഷേ സ്വയം തിരുത്തുവാൻ നമ്മൾ തയ്യാറല്ല. പാപ ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവേ നിന്നെ വന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയാണ് പിതാവായ യൗസേപ്പിൻ്റെ വെളിപ്പാടിൻ്റെ ഈ ഞായറാഴ്ച നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യൗസേപ്പ് ഉറക്കമുണർന്നു. സംശയത്തോടെ ഉറങ്ങുവാൻ പോകുന്നു, വ്യക്തതയോടെ ഉണരുന്നു. ദൈവീക വെളിപ്പെടുത്തൽ പിതാവായ യൗസേപ്പിന് ലഭിക്കുന്നു. യൗസേപ്പിൻ്റെ സംശയം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ യുക്തിയിൽ അധിഷ്ഠിതമായ സംശയമല്ല, ദൈവീക പദ്ധതിയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ദൈവീക പദ്ധതിയെക്കുറിച്ചുള്ള അന്വേഷണം നീതിമാന്മാരുടെ മനസ്സിലുണ്ടാകും. ആ സംശയം അവരെ നയിക്കുന്നത് ദൈവീക ദർശനത്തിലേക്കായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ പിതാവായ യൗസേപ്പിൻ്റെ ഈ വെളിപ്പാടിൻ്റെ മഹനീയ സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അറിവിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്വയം തിരുത്തി കന്യകയിൽ വസിച്ചവനെ വന്ദിക്കുകയും കന്യകയ്ക്ക് മാതൃത്വം നൽകിയ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായി കണ്ട് ശുശ്രൂഷിക്കുവാനും പിതാവായ യൗസേപ്പിന് സാധിച്ചു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ മഹത്തരമായ ദിവസത്തിൽ നമുക്കും ലഭിക്കേണ്ട ശ്രേഷ്ഠമായ സ്വഭാവം ഇതുതന്നെയാണ്. അനുമാനം അറിവിലേക്ക് നയിക്കുന്നു, എന്നാൽ ആ അറിവിന് പരിമിതികളുണ്ട്. അത് മാനുഷികമായ അറിവുകൾ മാത്രം. എന്നാൽ ദൈവിക ദർശനത്തിലൂടെ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് സ്വയം നമ്മുടെ സ്വഭാവത്തിൽ തിരുത്തലുകൾ ഉണ്ടാകുവാൻ, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുവാൻ യഥാർത്ഥത്തിൽ ഇടയാകണം. അവിടെയാണ് പിതാവായ യൗസേപ്പ് ശരിയായ മാർഗദർശനം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ തിരുക്കുടുംബം, യൗസേപ്പും കന്യക മറിയാമും യേശു ക്രിസ്തുവും അടങ്ങുന്ന തിരുക്കുടുംബം, അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട മനോഹരമായ ഒരു കാഴ്ചപ്പാടായിരിക്കണം. പിതാവായ യൗസേപ്പിന് വലിയ പ്രാധാന്യം യഥാർത്ഥത്തിൽ മഹത്തരമായ മനുഷ്യാവതാര ശുശ്രൂഷയിലും പദ്ധതിയിലുമുണ്ട്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിതാവായ യൗസേപ്പിൻ്റെ തിരുക്കുടുംബത്തിലെ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ പല ശ്രമങ്ങളും നടക്കുന്നു. അതിനെ നമുക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കി യൗസേപ്പിന് ലഭിച്ച സ്വർഗീയ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം രക്ഷാകര പദ്ധതിയിൽ ഭാഗമായി തീരുകയും പരിശുദ്ധ അമ്മയെ ശുശ്രൂഷിക്കുകയും ദൈവപുത്രന്റെ വളർത്തുപിതാവായി തീരുകയും ചെയ്ത ആ ഒരു വലിയ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. അവിടെയാണ് ശരിയായ തിരിച്ചറിവിലേക്കും സ്വയത്തിരുത്തലിലേക്കും കടന്നു വരുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ദാവീദിൻ്റെ മകനായ യൗസേപ്പ് എന്ന് ഗബ്രിയേൽ മാലാഖ വിളിച്ച് ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്നവനെ സ്വന്തം ഭവനത്തിലേക്ക് ചേർത്തുകൊള്ളുവാൻ പിതാവായ യൗസേപ്പിനെ ഗബ്രിയേൽ മാലാഖ നിർദ്ദേശം നൽകുന്നു. ആ ദൈവപുത്രന്റെ ശുശ്രൂഷ സകല ജനത്തിനും കൊടുക്കുവാനുള്ള പാപമോചനമാണ് എന്നുള്ള ബോധ്യതയും പിതാവായ യൗസേപ്പിനെ ഗബ്രിയേൽ മാലാഖ നൽകുന്നു. യൗസേപ്പിനെ വലിയൊരു അവകാശവും ഗബ്രിയേൽ മാലാഖ കൽപ്പിച്ചു നൽകുന്നു. ഭാര്യയായ മറിയ ഒരു മകനെ പ്രസവിക്കും.
പക്ഷെ ആ മകൻ ദൈവപുത്രനാണ്, നിന്റേതല്ല. ആ സത്യം ചരിത്രത്തോട് യൗസേപ്പ് വിളിച്ചു പറയുന്നു. എന്നാൽ അതേസമയം രക്ഷകനാണ് അവൻ എന്ന ബോധ്യം പിതാവായ യൗസേപ്പിന്റെ മനസ്സിലുണ്ടായി. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്, നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം, നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. യഥാർത്ഥത്തിൽ ചരിത്രത്തോട് കന്യകയുടെ ഉദരത്തിൽ ഉരുവായവൻ യേശുവാണ്, രക്ഷകനാണ്, ദൈവത്തിൻ്റെ നിത്യനായ പുത്രനാണ് എന്ന സത്യം ചരിത്രത്തോട് പിതാവായ യൗസേപ്പ് ഇന്ന് വിളിച്ചു പറയുന്നു. പിതാവായ യൗസേപ്പിൻ്റെ സാക്ഷ്യം അത് ചരിത്രത്തിനെ യാതൊരു തരത്തിലും എതിർക്കുവാൻ സാധിക്കാത്തതാണ്. കാരണം കന്യകയുടെ ഉദരത്തിൽ ഉരുവായത് തൻ്റെ പുത്രനല്ല എന്ന് ചരിത്രത്തോട് സാക്ഷിക്കുവാൻ ഏറ്റവും യോഗ്യൻ പിതാവായ യൗസേപ്പാണ്. അതുകൊണ്ടാണ് യൗസേപ്പ് വിളിച്ചു പറയുന്നു, ഇവൻ യേശുവാണ്, രക്ഷകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. സഹോദരങ്ങളെ, രക്ഷകൻ ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന് നമുക്ക് രക്ഷ നൽകിയ മഹത്തരമായ ദിവസം, നമ്മുടെ സംശയത്തെ ദൂരീകരിച്ച് വേദവിപരീതത്തെ മാറ്റി അവൻ ദൈവപുത്രനാണെന്ന് പിതാവായ യൗസേപ്പ് സാക്ഷിക്കുന്ന ദിവസം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക്, തിരിച്ചറിവിൽ നിന്ന് സ്വയം തിരുത്തലിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.